2009 ഇനി പെർഫോം ചെയ്യാൻ എത്തുന്നത് മണവാളൻ ശശി. മണവാളൻ ശശിയെയും ശശിയുടെ മൂന്നാം ശവിയെയും ബെസ്റ്റ് മണവാളൻ 2009 സ്വാഗതം ചെയ്യുന്നു. മണവാളൻ ഞാനല്ല, ചെറുക്കന്റെ കണ്ണിന് വല്ല കാഴ്ച കുറവുണ്ടോ? അയ്യോ, അവന് കാഴ്ച കുറവല്ല, കാഴ്ച കൂടുതലല്ലേ. അതെങ്ങനെ? ഒന്ന് നോക്കിയ 9 എന്നെ കാണുന്നത്. നല്ല കാഴ്ചയാണല്ലോ. അതെ ശശി, ഇവിടെ ആയിരിക്കുന്നതാണ് നമ്മുടെ മണവാട്ടി. അയ്യോ, ഞാനല്ല, അങ്ങോട്ടാക്ക് ചോപ്പ് പാറുകണ്ട. അത് തന്നെ. അപ്പൊ നമുക്ക് ഇനി ജഡ്ജസുമായിട്ട് സംസാരിക്കാം. ഞാൻ പരിചയപ്പെടുത്തുന്ന പുതിയ മണവാള ചെക്ക പേര് ശശി. എന്തായാലും ശശിയുടെ മുണ്ടും ചെരുപ്പും ആ കളർഫുൾ ഷർട്ടും എല്ലാം മൊത്തത്തിൽ ഒരു ആന ചന്തമുണ്ട്. ശശി എന്തുകൊണ്ടാണ് ഈ ബെസ്റ്റ് മണവാളൻ 2009 മത്സരിക്കാൻ വന്നത്? അത് പെണ്ണ് കെട്ടാനുള്ള ആർത്തി കൊണ്ട് വന്നതാ. ആണോ? എന്താണ് ഇത്ര നാള് പെണ്ണ് കെട്ടാൻ വൈകിയത്? അത് എനിക്ക് സ്ത്രീയുടെ സൗന്ദര്യത്തെ കുറിച്ചൊരു സങ്കല്പമുണ്ട്. എന്റെ സങ്കല്പത്തിൽ ഒത്ത ഒരു സ്ത്രീ എനിക്ക് ഇതുമായിട്ടും കണ്ടെത്താനായിട്ടില്ല. അപ്പൊ കണ്ട സ്ത്രീകൾക്കോ? അവർക്കും അതുപോലെയൊക്കെ തന്നെ. അതെ, സ്ത്രീകൾക്കും ഉണ്ടല്ലോ പുരുഷന്മാരെ കുറിച്ചൊരു സങ്കല്പമൊക്കെ. മോനെ ശശി, വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറഞ്ഞ പരസ്പര വിശ്വാസമാണ്. മോൻ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. അപ്പൊ ജോലി സ്ഥലത്ത് നിന്ന് മോൻ 3-4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ രാത്രി വീട്ടിൽ വന്നപ്പോ ജനലിന്റെ അവിടെ ഒരു നിഴൽ മാറ്റം. അപ്പൊ മോൻ എന്റെ മകളെ സംശയിക്കോ? നമ്മളിതിന് നേരെ സംശയിക്കണം? സംശയിക്കണം മനുഷ്യനാണോ? കൊള്ളാം, വളരെ നല്ല ഉത്തരമാണ് നൽകിയത്. അങ്ങനെയെങ്കിൽ ആ നിഴലിന്റെ ചുണ്ടത്ത് ഒരു സിഗരറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ നിഴലിന്റെ ചുണ്ടത്ത് ഒരു സിഗരറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സിഗരറ്റ് ഉണ്ടെങ്കിലോ? സിഗരറ്റ് ഉണ്ടെങ്കിൽ ഞാൻ സിഗരറ്റിൽ നിന്ന് 2 പപ്പ ഞാൻ മേടിച്ച് വലിക്കും. എന്നിട്ട് അയാളോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങും. എനിക്ക് ശശി, ഏത് പെർഫോമൻസ് ആണ് അവിടെ കാഴ്ചവെക്കാൻ പോകുന്നത്? ഞാൻ ഒരു ഡാഡി മമ്മി വീട്ടിലില്ല. மம்மி வீட்டில் இல்ல, கடப்போட யாரும் இல்ல, விளையாடு போமா உள்ள வில்லாடா. மைதானம் தேவையில்ல, அம்பையரும் தேவையில்ல, யாருக்கும் தோல்வி இல்ல வில்லாடா. டாடி மம்மி வீட்டில் இல்ல, கடப்போட யாரும் இல்ல, விளையாடு போமா உள்ள வில்லாடா. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങളൊക്കെ സത്യം പറഞ്ഞ ഇവിടെ ഇരുന്ന് എല്ലാവരും കണ്ണ് തള്ളിയിരിക്കുകയായിരുന്നു. അതെ, അതങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പൊ ശശി, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഏതായാലും ജഡ്ജസ് എത്ര മാർക്ക് തരും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ സാർ, എന്താണ് സാർ ഇദ്ദേഹത്തിന്റെ ഡാൻസിനെ കുറിച്ചുള്ള, ആ പെർഫോമൻസിനെ കുറിച്ചുള്ള അഭിപ്രായം? ശശി, എന്താ മോനിയുടെ കാണിച്ചു കൂട്ടിയത്? ഞാൻ കണ്ണും കൂട്ടിയുള്ളത് കളിയായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. ഗോമു മാഡം എന്ത് പറയുന്നു ഇദ്ദേഹത്തിന്റെ? ശശി അമ്മായി അസലായിരുന്നു ശശി. കാരണം ഒന്നാമത് ഞാൻ ഈ പാട്ട് സെലക്ട് ചെയ്തതിനോട് ഞാൻ ആദ്യമേ തന്നെ ഞാൻ നന്ദി പറഞ്ഞു. കാരണം അത്ര അർത്ഥവത്തായ വരികളാണ് അതിനുള്ളിൽ എഴുതിയത്. ഡാഡി മമ്മി വീട്ടിലില്ല. കല്യാണപ്രായത്തിൽ പെൺകുട്ടി പാടുന്ന പാട്ടാ. ഡാഡി മമ്മി വീട്ടിലില്ല, അയിലൊക്കെത്തും ആരുമില്ല. അപ്പൊ വിളിക്കുകയാണ്. അപ്പൊ അറിയാലോ ആ കുട്ടിയുടെ മനോവികാരം എന്താണെന്നൊക്കെ. പക്ഷെ അത് ആ പാട്ടിന്റെ വരികളിലെ അർത്ഥങ്ങൾ വെച്ചിട്ട് വളരെ മനോഹരമായി നിസ്സാരമായ ഈ ഇതിൽ വെച്ച് വളരെ നല്ല നല്ല സ്റ്റെപ്പുകൾ കൊണ്ട് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ഞങ്ങൾക്ക്. വളരെ നന്നായിരുന്നു. ഓൾവേസ് താങ്ക് യു ഗോമു മാഡം. നമുക്ക് മണവാട്ടിക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം. അപ്പൊ പറയൂ ശശി. എന്താ ശശി കാണിച്ചത്? കാണിക്കാനൊന്നും പറ്റില്ല.
വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. സ്റ്റേജ് മാത്രമല്ല യൂസ് ചെയ്യാൻ പറഞ്ഞോളൂ ശശിയോട്. ശശിന്റെ കൈയും യൂസ് ചെയ്തു. അത് കളിച്ചോണ്ടിരിക്കുന്നവന്റെ ടെൻഡൻസിയിൽ കയറി പിടിച്ചു പോയതല്ല. ഓക്കെ, അപ്പൊ മണവാളന് എത്ര മാർക്കാണ് കൊടുക്കുന്നത്? ഒരു 4.5 കൊടുക്കാം. 4.5 മാർക്ക് അല്പം കുറവാണ്, എന്നാലും മറ്റുള്ള ജഡ്ജസ് എത്ര തരുന്നത് നോക്കാം. അതാ 4.5 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. സാർ എത്ര മാർക്ക് കൊടുക്കാനാണ് സാർ? ഞാനൊരു 12.75. സാർ ഇങ്ങനെ കിട്ടാൻ ഞാനങ്ങനെ കണക്ക് കൂട്ടുന്നത് 12 അരക്കാൻ. വേണ്ട 12. 12. അല്ലല്ല 12 മാർക്ക്. ഓക്കെ, നല്ല സ്കോറാണ് നല്ല മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും രവി സാർ എത്ര മാർക്കാണ് കൊടുക്കുന്നത്? ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു 15 മാർക്ക് കിട്ടും. 15 മാർക്ക്. അത് കൊള്ളാം, നല്ല ഒരു മാർക്കാണ് വന്നിരിക്കുന്നത്. ഗോപു മാഡം എത്ര മാർക്കാണ് കൊടുക്കുന്നത്? ഞാൻ 60 മാർക്ക് കൊടുക്കുന്നു. 17. ഇങ്ങനെ വായിക്കൂടി കൊടുക്കട്ടെ. അവസാനം മണ്ണിൽ ഞാൻ നിങ്ങളെയൊക്കെ ഒരു പടി മുന്നിൽ ഞാൻ എപ്പോഴും നിൽക്കുന്നു. കുടുംബ മഹിമ. അപ്പോ ഏതായാലും നമുക്ക് ടോട്ടൽ മാർക്ക് കിട്ടിയിരിക്കുന്നത് 43, 43 ചില്ലാൻ മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ചില്ലാൻ മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഏതായാലും ഈ റൗണ്ടിൽ ഇത്രേ കിട്ടിയുള്ളൂ. ഇനി അടുത്ത് വരുന്ന റൗണ്ടുകളിൽ ഇതിനേക്കാൾ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് നല്ല ഒരുപാട് മാർക്ക് വഹിക്കണം. നമുക്ക് പെണ്ണിനെ കെട്ടണ്ടേ? പിന്നെ കെട്ടണം. ഓക്കെ, അപ്പൊ ഗുഡ് ലക്ക്. ഒരിക്കൽ കൂടി കരം പിടിക്കണം. പറ്റില്ല. കൺമണിയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. യവാണ് എന്റെ പയ്യൻ ശശി. യവന്റെ പെർഫോമൻസുകൾ എല്ലാരും കണ്ടല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നിരീക്കുന്നു. യവ ഈ പെണ്ണിനെ കെട്ടിയാലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ തടയുള്ളു. അപ്പൊ യവന് വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റുകൾ പറയട്ടെ. ISS സ്പേസ് ശശി, SA ശിശി.